വിഷ്ണു മോനെ, എടാ വിഷ്ണു, എടാ വിഷ്ണു. അയ്യോ അയ്യോ, എന്റെ കുഞ്ഞ്, അയ്യോ എന്റെ കുഞ്ഞെന്നെ വിട്ടുപോയി. വിഷ്ണു, അച്ഛാ. എന്താ? അയ്യോ അച്ഛാ, എഴുന്നേക്ക് അച്ഛാ. എന്താ നിങ്ങളോട് കരയുന്നേ? വിഷ്ണുട്ട എന്തുവാ? വിഷ്ണു, അയ്യോ അച്ഛാ. വിഷ്ണു, വിഷ്ണുട്ട അവനൊരു കുഴപ്പമില്ല. നീ കുറച്ച് വെള്ളത്തോടെ മൊത്തം ഒഴിച്ചേ. എടുത്തൊഴിക്ക്, എടുത്തൊഴി. വിഷ്ണു, അച്ഛാ. അച്ഛാ, കണ്ണു തുറക്കച്ഛാ. അയ്യോ വിഷ്ണു, മോനെ. അച്ഛാ. കണ്ടോ, അവനൊരു കുഴപ്പമില്ല. ചുമ്മാ മനുഷ്യനെ ആദ്യം പഠിപ്പിക്കാനായിട്ട്. വിഷ്ണുട്ട എന്ത് പറ്റിയിടാ നിനക്ക്? എന്താടാ, എന്ത് നിനക്ക് സംഭവിച്ചേ? എന്താടാ മോനെ നിനക്ക് പറ്റിയ? അല്ല, ഞങ്ങളെ വിളിച്ചോന്ന് നീ അറിഞ്ഞില്ലേ? അറിഞ്ഞില്ലെന്ന് പറഞ്ഞ എനിക്കെന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് ഇവര് വിചാരിക്കും. എടാ വിഷ്ണു, വിഷ്ണു, അയ്യോ, ഞാനെല്ലാരും പറ്റിച്ചതാ, എല്ലാരും പറ്റിച്ചതാ. എല്ലാരും മുഖം നോക്കണേ, എല്ലാരും പറ്റിച്ചതാ. ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ? ഞാൻ മരിച്ചു കഴിഞ്ഞാ നിങ്ങൾ എങ്ങനെയാ കാണുന്നതെന്ന് നോക്കി ഞാൻ പരീക്ഷ അല്ലേ? അതെന്തായാലും പരീക്ഷ ഏറ്റു. അല്ല, എങ്ങനെയുണ്ട് മക്കളെ? മക്കൾ പഠിച്ചാ? നിന്റെ കുട്ടികളെ കുറച്ച് കൂടുന്നുണ്ട്. പറയാൻ പറ്റുന്ന കാര്യങ്ങളും ചിന്തിക്ക് പോലും ചെയ്യരുത്. പറഞ്ഞേക്കാം. എന്താടാ പൊട്ടാ? എടി കളക്ടറെ, നീ എല്ലാരും മുഴുവൻ ചെന്ന് നാണം കെടുത്തില്ലേ? ആ അടിയുടെ വേദന പോയിട്ടില്ല, അറിയോ? അടിക്കല്ല, കൊല്ലോ വേണ്ടത്. മനുഷ്യന്റെ ഉയരങ്ങ് പോയി. എടി, ഞാൻ ഇവിടെ നിക്കുമ്പോ നിന്റെ ഉയരം ആരെടുത്തോണ്ട് പോവാനടി? ആകെ കൊണ്ടുപോകാനുള്ളത് ഞാനാണ്. അതിപ്പം ആരാദ്യം പോവാന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. ചിലപ്പോ ഞാനാണെങ്കിലും. ആഹാ, എന്നാലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാനാണ് ഇപ്പൊ ആദ്യം മരിക്കണെന്ന് വിചാരിക്കുക. അല്ല, വെറുതെ വിചാരിക്കുക. എന്നോടൊപ്പം നീ വരുമോ? കൊണ്ടുപോയാ ഞാനും വരും. ഒറ്റടിച്ചോണ്ടല്ലോ. അപ്പൊ എന്നെ മക്കളെ നോക്കാൻ ആരടിയുള്ള? നീ വേണം, ഞാനില്ലെങ്കിൽ അവർക്ക് കൂട്ടായിട്ട്. അപ്പൊ പോവാനായിട്ട് ഉറപ്പിച്ച് നിൽക്കാണോ? അത് പിന്നെ വിളിച്ചാ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ദേ വിളിക്കുന്നു. ആര്? കാലില്ല. ആ ഫോൺ അടിക്കുന്ന. ഈ സമയത്ത് തന്നെ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് ആരാണോ വിളിക്കണേ? അല്ലെങ്കിൽ ഇനി വിളിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് ചെമ്പലിയുടെ സ്ഥിരം കളികളൊന്നും ഇവിടെ എടുക്കാൻ വഴിയില്ല. എങ്കിൽ അകത്തായവന്റെ ആദ്യ മൊഴി ശിവനെതിരായിരിക്കണം. എല്ലാം ചെയ്യിച്ചത് ശിവനാണെന്ന് ചെമ്പല്ലി മൊഴി കൊടുക്കണം. എന്നിട്ട് എന്നേക്കുമായി
ചെമ്പല്ലിയെ നമ്മൾ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. രക്ഷപ്പെടട്ടടാ പാവം ഈ ദുർഘടം പിടിച്ച നാട്ടിൽ നിന്ന്. അപ്പൊ കൊല്ലാനോ? എന്തിനാണ് കൊല്ലും കൊലയും കള്ളസാക്ഷിയൊക്കെ പറഞ്ഞു നടക്കുന്നവൻ ഈ ഭൂമിയില്? തീരട്ടടാ പടകളൊക്കെ. ശിവനെതിരെ മൊഴി കൊടുത്തതിന് ശേഷം ചെമ്പല്ലി ഇഹലോകവാസം വെടിഞ്ഞാൽ ശിവന്റെ ഒരു പവർ എന്നാടാ. പ്രധാന വിറ്റ്നസിനെ കൊന്ന കൊലയാളി. പോലീസ് നടുനുവർത്താനുള്ള സാവകാശം കൊടുക്കാതെ തെക്കും വടക്കും ഓടിക്കും. ഇതിനിടയ്ക്ക് അവൻ എവിടുന്നാടാ സമയം കിട്ടുന്നത് നമ്മുടെ കൊച്ചിനെ കട്ടോണ്ട് പോയി കൂടെ താമസിപ്പിക്കാൻ? നിക്കാൻ നേരമില്ലാത്തവന് കെട്ടാൻ നേരം ഉണ്ടാവൂടാ. ഉണ്ടായാലും നമ്മള് സമയം കൊടുക്കൂ. പൊന്നപ്പാ, ഇത്രയും കുശാഗ്ര ബുദ്ധിയൊക്കെ ഈ തലക്കകത്ത് എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എടാ, ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത് പണിയെടുത്തിട്ടാണെന്നാണോ നിന്റെ ധാരണ? ഒക്കെ ഈ തല ഉപയോഗിച്ച. ഇനി അല്പം കഞ്ഞി കുടിക്കാം അല്ലേ? എൽസമ്മോ, ആ അടച്ചു വെച്ച കഞ്ഞിപ്പാത്രത്തിന്റെ മൂടി അങ്ങ് തുറന്നു. ഞങ്ങളിതാ എത്തി. എടാ മോനെ, നീ ആ SP വിളിച്ചിട്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ പറ. നമുക്ക് വേണ്ട മൊഴി കിട്ടിക്കഴിഞ്ഞാ പിന്നെ ചെമ്പല്ലി ഈ ഭൂമിയിൽ വേണ്ട. തട്ടാൻ പറ്റിയ പിള്ളേരാരാടാ ഉള്ളത്? ഈ യോഗപ്പറമ്പിലെ കാക്കരാജേഷിന്റെ പിള്ളേരെ വിളിക്കാം. ഇരുചെവിയേറിയാതെ കാര്യങ്ങൾ സാധിച്ചെടുക്കും. എന്നാ വിളിച്ചോ, കാക്കയോ പൂച്ചയോ ആരാണെന്ന് വെച്ചാ. ഇന്ന് ചെമ്പല്ലിയുടെ പുക കണ്ടിരിക്കണം. ചുരുക്കത്തിൽ ഒരു വെടിക്ക് 2 പക്ഷി. കളക്ടർ വെടിവെപ്പ് ക്ലോസ് ആവുകയും ചെയ്യും. ഡെയ്സിയുടെ കാര്യത്തിൽ നമുക്ക് അനുകൂലമായ വിധം കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുകയും ചെയ്യാം. അതെ,